ഹായ് ഓൾ, നമുക്കിന്നൊരു തലശ്ശേരി കല്യാണം കണ്ടാലോ? നമ്മൾ കുറേ ആയിട്ട് കാത്തു നിൽക്കുന്ന, എന്താ പറയുക, ഇത്ര നാളും ഇതിൻ്റെ തിരക്കിലായിരുന്നു എല്ലാവരും. പരക്കപ്പാച്ചിലും ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു എല്ലാവരും കാത്തു നിന്നത്. അങ്ങനെ കാത്തു നിന്ന് ലാസ്റ്റ് ഇതാ കല്യാണം എത്തി. ഇതിപ്പോൾ കല്യാണത്തിൻ്റെ 2-3 ദിവസം മുമ്പുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഒരു കല്യാണം ആയിക്കഴിഞ്ഞാൽ എല്ലാവരും എന്താ മൈലാഞ്ചി ഇടുക, ഇതൊക്കെ തന്നെയാണല്ലോ. പിന്നെ അതിൻ്റെ ഇടയിലൊരു ബ്രൈഡൽ ഷവർ ബ്രൈഡിൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ രാത്രി ഓളയും കൂട്ടിയിട്ടെല്ലാം പോയി. പിന്നെ എല്ലാവരും തിരിച്ചു വന്നു. പിന്നെ ഹസിൻ്റെ വീട്ടിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരും മൈലാഞ്ചി ഇടാൻ ഇരുന്ന്. ഞാനും എൻ്റെ ബ്രദറിൻ്റെ മോളെ കൊണ്ടുവന്ന് 2 ദിവസം വീട്ടിൽ താമസിപ്പിച്ചിട്ട് ഞാനും മൈലാഞ്ചി ഇട്ടു. പിന്നെ ഇതാ അന്ന് രാത്രി ഇവിടെ ഫുള്ള് പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര വൈബായിരുന്നു. പിന്നെ ഞാൻ പാട്ടെല്ലാം മ്യൂട്ടാക്കിയത് കോപ്പിറൈറ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ട്. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രാവിലെ നമ്മൾ എണീച്ചിട്ട് നമ്മളെ കൈ ഇങ്ങനെ ഒന്ന് നോക്കും. നമ്മൾ വിചാരിച്ച പോലെ അത് ചോന്നിട്ടുണ്ടോ, കളറൊക്കെ മാറി വരുന്നുണ്ടോ എന്നെല്ലാം. പിന്നെ അത് കുറച്ച് വീഡിയോയെല്ലാം എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇതാ രാവിലെ തന്നെ നമ്മൾ വീണ്ടും ഹസിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ കാറിൽ നിന്ന് പിന്നെ വീണ്ടും മൈലാഞ്ചി നോക്കുക, ഫോട്ടോ എടുക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കളർ മാറി വരുന്നവരും നമുക്കൊരു സമാധാനം ആയിരിക്കും. ചിലപ്പോൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇട്ടാലായിരിക്കും നന്നായിട്ടൊന്ന് റെഡെല്ലാം ആവാനും. ഇത് ഒരു പ്രാവശ്യം ഇടാനേ സമയമുള്ളൂ. അപ്പോൾ ഇതാ മംഗലപ്പുര ഫുള്ള് പണിയും പന്തൽ കെട്ടലും അങ്ങനത്തെ തിരക്കാന്ന് ഉള്ളെല്ലാം എല്ലാവരും ഒന്ന് സെറ്റാക്കി വെക്കുന്നു, ഒരുക്കുന്നു, ക്ലീൻ ചെയ്യുന്നു, എല്ലാം മൊത്തത്തിൽ ഫുള്ളും തിരക്കും. പിന്നെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. പിന്നെ അന്ന് രാത്രി വരാൻ പറ്റാത്തവരും പിറ്റേന്ന് വരാൻ വേറെ എന്താ പറയുക ആവശ്യങ്ങളുള്ളവരെല്ലാം തലേന്നൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്യുമല്ലോ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാ ലഞ്ചെല്ലാം കഴിച്ച് രാത്രി ഇടാനുള്ള ധാവണിയെല്ലാം ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇങ്ങനെ നോക്കുക, എല്ലാവരും ഇട്ട് വെക്കുക. പിന്നെ കുറച്ച് ഓൾട്രേഷൻ പരിപാടിയെല്ലാം ഉണ്ടാവും, അതെല്ലാം ട്രെയിലറെ വിളിക്കുക, അതൊക്കെ കൊടുക്കുക. പിന്നെ ഇത് കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ മുല്ലപ്പൂ വാങ്ങിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മുല്ലപ്പൂ ആ ട്രെൻഡെല്ലാം പോയി തോന്നും. ബ്രൈഡ് മുല്ലപ്പൂ വെക്കുന്നൊന്നും ഇപ്പോൾ കാണാറില്ല. അപ്പോൾ ഇതിപ്പോൾ ധാവണി ആയതുകൊണ്ട് എല്ലാവരും മുല്ലപ്പൂ വെക്കണം എന്ന് പറഞ്ഞ് പിന്നെ ഇതാ ഞാനും സാരിയെല്ലാം ഉടുത്തിട്ട് ഇങ്ങനെ റെഡിയാകുന്നുണ്ട്. ഇപ്പോൾ സാരിയും ധാവണി ആയതുകൊണ്ട് നമ്മൾ മുല്ലപ്പൂ നിർബന്ധമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും ഇതാ ഡ്രസ്സ് ചെയ്ത് വരുന്ന വൈകിട്ടായി. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ക്ലോസ് റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ, അങ്ങനെ കുറേ ആൾക്കാരൊന്നുമില്ല, കുറച്ച് പേര് മാത്രം. ഇത് മൈലാഞ്ചിൻ്റെയും തലേന്ന്. അങ്ങനെ ഞാനും പിന്നെ ഓരോരിടത്ത് പോയി വീഡിയോയും ഫോട്ടോയും റീൽസിലുള്ളതെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലേഡീസ് അവരെല്ലാം പിന്നെ ഇത്തിരി ബ്ലറാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ ഉണ്ടായിരുന്നു, ഫുള്ള് പാട്ടും ഇതും തന്നെ. ഇന്ന് ഫുള്ള് അങ്ങനെ തന്നെ, എന്താ പറയുക, കുറച്ച് ആൾക്കാരില്ല. ശരിക്കും ആ ഒരു കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പൊക്കെ ആയിരിക്കും നല്ല രസം ഉണ്ടാവാൻ. അങ്ങനെ ഇതാ പിന്നെ അളിയൻ്റെ ഡാൻസാണ് കാണുന്നത്, ബ്രൈഡിൻ്റെ ബ്രദറാണിത്. അപ്പോൾ എല്ലാവരും കൂടി പാട്ട്, ഡാൻസ്, പിന്നെ സ്റ്റേജിൽ കയറി ഫോട്ടോസെല്ലാം എടുക്കുക. പിന്നെ ഇതാ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം പാട്ടിലുള്ളതെല്ലാം ഞാൻ കുറേ മ്യൂട്ടാക്കുന്നുണ്ട്, കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാ ഡിന്നറെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് എല്ലാവരും ഫുഡെല്ലാം കഴിക്കുക. ഇന്നത്തെ രാത്രി ഫുള്ള് ഇത് തന്നെയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമുക്കൊന്നും വലിയ പണിയൊന്നുമില്ല. മൊത്തത്തിൽ പാട്ട്, ഡാൻസ്, വീഡിയോ, റീലെടുക്കുക, ഫോട്ടോസ്, അങ്ങനെയൊക്കെ തന്നെ. സ്റ്റേജിലിരിക്കുക, ബ്രൈഡിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുക, ഇതൊക്കെ തന്നെ. പിന്നെ ബാക്കിയുള്ളവർ വീണ്ടും മൈലാഞ്ചി ഇടുന്നു. അങ്ങനെയെല്ലാമായിരുന്നു ഇന്നത്തെ രാത്രി. ഇതിൻ്റെ വീഡിയോ ഞാൻ സ്റ്റോറി ഹൈലൈറ്റിലുണ്ട്, ഇൻസ്റ്റയിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതാ നമ്മളങ്ങനെ എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞ് നട്ടപ്പാതിരായി. പിന്നെ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാത്രമായിട്ട് എല്ലാവരും ഒന്ന് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ, രാത്രി തൊട്ട് രാവിലെ വരെ അവിടെ ജ്യൂസിന് ആളായിരിക്കും. പിന്നെ ഒരു കല്യാണം ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നി എല്ലാവരും അവിടെ തന്നെ ആയിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാതിരാത്രി എപ്പോഴാണ് വീട്ടിലെത്തിയ സമയമൊന്നും ഓർമ്മയില്ല, വന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. ഇത് പിറ്റേന്നായി. ഇന്ന് രാത്രിയാണ് കേട്ടോ മൈലാഞ്ചി. അപ്പോൾ വൈകിട്ട് നിക്കാഹുണ്ട്, അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ പോകണം. ലഞ്ചെല്ലാം അവിടെയാണ്. അതിനായിട്ട് ഇതാ ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. രാവിലെ തന്നെ എണീറ്റ് പിന്നെ കുറേ ഇസ്തിരി ഇടാൻ ബാക്കിയുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടിടാനുള്ളതും രാത്രി മൈലാഞ്ചി ഇടുന്നതും. പിന്നെ ഇന്ന് നമ്മൾ അവിടെ സ്റ്റേ ആയിരിക്കും കേട്ടോ. പിന്നെ തലശ്ശേരി കണ്ണൂർ പോയി വരുത്തും ട്രാഫിക്കെല്ലാം ആയിട്ട് പിന്നെ നല്ല ദൂരം ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടാനുണ്ടെന്ന് പിറ്റേന്ന് കല്യാണത്തിന് ഇടേണ്ടത്. അങ്ങനെ നമ്മൾ 4 ആളതും
ഓരോരുത്തർ പാക്ക് ചെയ്ത് ഇതാ പെട്ടിയെല്ലാം വണ്ടി കയറ്റിയിട്ട് ഇറങ്ങാൻ പോവാണ്. ഫുള്ള് തിരക്ക് തന്നെയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒന്ന് മറന്നു പോകും, അതുണ്ടാവും. എന്നാലും ഓരോന്ന് ഓർമ്മിച്ച് എടുക്കണമല്ലോ. ഡ്രസ്സ് മാത്രമല്ലല്ലോ, അതിൻ്റെ ആക്സസറീസ്, മറ്റേ ഷൂസും ചപ്പലും, അങ്ങനെ നാലാളതും കൂടെ ആകുമ്പോൾ നല്ല പാക്കിങ് തന്നെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ അല്ല, ഉച്ചയായി. മേലെല്ലാം ഞാനിങ്ങനെ ഒന്ന് കയറി നോക്കായിരുന്നു, റൂമെല്ലാം സെറ്റായോ എന്നെല്ലാം. ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. പിന്നെ എല്ലാം ക്ലീനിങ് എല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഇതാ പന്തലിലുള്ള ബാക്കി പണികളുണ്ട്, സ്റ്റേജും അതെല്ലാം. ലാസ്റ്റുള്ള അലങ്കോലപ്പണി ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി പന്തലിലിരുന്ന് ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ ഇതന്നെ കുറേ വർത്താനെല്ലാം പറഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ എന്താ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കപ്പായുന്നു, ഓടുന്നു. അപ്പം ഞാനിതിങ്ങനെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് പുറത്തെല്ലാം ഒന്ന് വെറുതെ എടുത്തതാണ്. ഇതിപ്പോൾ ഇതാ പിയറ്റാറ റൂം, ഓളെ ബാത്റൂമിലൊന്ന് അത് ഇന്ന് വന്നിട്ട് പണി ബാക്കിയാണ്. മിറർ വെക്കലെല്ലാം ഉണ്ട്, അതൊക്കെ പിന്നെ ലാസ്റ്റ് വരെ ഉണ്ടാവുമല്ലോ. അപ്പോൾ റൂമെല്ലാം അടിപൊളിയായി സെറ്റായിട്ടുണ്ട്. പിന്നെ എല്ലാവരും റൂമിൽ തന്നെ വന്ന് കുറേ ഫോട്ടോ എടുത്ത് റൂമിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇതൊക്കെ തന്നെയായിരുന്നു. ബെഡ് സ്പ്രെഡ് ഇരിക്കലും അതിൻ്റെ ഷോ പീസും കാര്യങ്ങളും അതൊക്കെ വെച്ച് ഫുള്ള് ഇവിടെ തന്നെ എല്ലാവരും അങ്ങ് കൂടി വൈകിട്ട് വരെ. പിന്നെ ഓരോരുത്തർ റൂം കാണാനൊക്കെ വരുമല്ലോ. പിന്നെ ഇങ്ങനെ ആൾക്കാരെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ വിസ്തരിച്ചൊന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനും മാക്സിമം ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത്. പിന്നെ ഇതാ വൈകിട്ടായി, ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നിക്കാഹിന് ഇറങ്ങും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ ആളുകളുടെ ഇങ്ങനെ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വന്ന് കുടിക്കാനെല്ലാം കുടിച്ച് പിന്നെ വൈകിട്ട് ഉഴുന്നുവടയും ചായയെല്ലാം ഉണ്ട്. പിന്നെ ഇത് ആണുങ്ങളെല്ലാവരും നിക്കാഹിന് ഇറങ്ങി. പ്യാപ്പിളിൻ്റെ വീട്ടിൽ വെച്ചിട്ട് നിക്കാഹ്. അപ്പോൾ അവിടെ ഇറങ്ങിയ സമയത്ത് നമ്മളെല്ലാവരും ഇരുന്ന് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് എല്ലാവരും പിന്നെ ഓരോ റൂമിലും കയറി പരക്ക മാറ്റൽ തന്നെയായിരുന്നു. ഡ്രസ്സ് ചെയ്യലും ഒന്നും പറയണ്ട, ഒരു ഭാഗത്തുനിന്ന് പിയറ്റാറ് ചമയിക്കലും. അപ്പോഴേക്ക് നിക്കാഹും കഴിഞ്ഞ് ഇതാണ് മെഹറും കൊണ്ട് ആൾക്കാർ വന്നു. പിന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരാൾ തന്നെയായിരുന്നു. പിന്നെ ഒന്നും ഓർമ്മയില്ല, വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും. ഇതന്നെ ഞാൻ ഏതോ കുട്ടികളെ അയച്ചിട്ട് വീഡിയോ എടുപ്പിച്ചതാണ്. ഞാൻ അത്ര ആളായിരുന്നു കണ്ടില്ല. ഞാൻ കുറേ എന്താ പറയുക, അവരെ പ്രൈവസി മാനിച്ചുകൊണ്ട് എല്ലാം ബ്ലറാക്കിയതാണ്. പിന്നെ ഫുൾ ആൾക്കാരും ബഹളവും കാരണം ഇന്നായിരുന്നു ശരിക്കും ഇവിടെ ഒരു മംഗലം പോലെ ആളുണ്ടായിരുന്നു മൈലാഞ്ചിക്ക്. അങ്ങനെ നമ്മളെ ആൾക്കാരെല്ലാം വരുത്തും ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞു. അപ്പോഴാണ് പ്യാപ്പിളിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ പ്യാപ്പിളിൻ്റെ ആടുന്ന് ഒരു ബസ് നിറച്ചും ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങി. പിന്നെ അങ്ങോട്ട് ഇതെല്ലാം പാട്ടും പ്യാപ്പിള വരുത്തും സ്റ്റേജിൽ കയറലും പിയറ്റാറെ കൊണ്ടുവരുത്തും ഫോട്ടോവും, അങ്ങനെ മൊത്തത്തിൽ ഫുള്ള് അവിടെയും ഇവിടെയുള്ള ആൾക്കാരും ഒക്കെ കൂടി ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതാ പിയറ്റാറെ അകത്ത് വിട്ടേ നമ്മളെ റൂമിൽ കൊണ്ടാക്കുമല്ലോ, അങ്ങനെ ഓളയും മോനെയും എല്ലാം ഒരുമിച്ചിട്ട് റൂമിൽ കൊണ്ടാക്കി അതിന് പാട്ടെല്ലാം പാടി എല്ലാവരും പിന്നാലെ പോയി. പിന്നെ കുറേ കളിയാക്കലും പാട്ടും കളിയും ചിരിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിയറ്റാറ് ഉമ്മ പാലും കൊണ്ടെല്ലാം വന്ന് പ്യാപ്പിൾക്ക് കൊടുക്കുക റൂമിൽ. ഇതൊക്കെ സാധാരണ എല്ലായിടത്തും കാണുന്ന ചടങ്ങ് പോലെ തന്നെ. പക്ഷെ ഇത് സാധാരണ എനിക്ക് തോന്നുന്നു മംഗലത്തിൻ്റെ അന്ന് ഉണ്ടാവും. ഇത് മൈലാഞ്ചിക്കൻ്റെ പ്യാപ്പിളയും വന്ന് അഴുത്തൂട്ടലും കഴിഞ്ഞ്. അപ്പോൾ ഇത് അത്ര പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഈ ഒരു അഴുത്തൂട്ടൽ. അപ്പോൾ അത് എല്ലാവർക്കും നല്ലൊരു വൈബ് തന്നെയായിരുന്നു. മൊത്തത്തിൽ ഫുഡ് അടിച്ചു പൊളിച്ച്. ഇതാ പാലും കൊണ്ട് പിയറ്റാറ് ഉമ്മ വന്നിട്ടുണ്ട്, അകത്ത് കൂട്ടി പാലും കൊടുക്കുന്നു. പിന്നെ ഞാൻ കുറേ പാട്ടെല്ലാം മ്യൂട്ടാക്കിയിട്ടുണ്ട്. പാട്ട് കോപ്പിറൈറ്റ് ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ. അങ്ങനെ അകത്ത് കൂട്ടലെല്ലാം കഴിഞ്ഞ് പിന്നെ പ്യാപ്പിളയും വന്ന ആൾക്കാരൊക്കെ തിരിച്ചു പോയി. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരുടെ പാട്ടും DJയും ഡാൻസും ഒക്കെ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഫാമിലി എല്ലാവരും കൂടി സ്റ്റേജിൽ വന്ന് എല്ലാവരും ഫോട്ടോ എടുക്കാം ഒരുമിച്ച്. മൊത്തത്തിൽ പിന്നെ നമ്മൾ ഫുൾ ഫാമിലി വൈബ് ശരിക്കും.
അപ്പോഴാണ് ഒരു മംഗലപ്പുര വൈബ് വന്നത്, മൈലാഞ്ചി രാത്രി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതാ എല്ലാവരും പുറത്തെവിടെയും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാത്രി വീണ്ടും ജ്യൂസ് കുടിക്കാൻ പോകുന്നു പിറ്റേന്ന്. പിന്നെ കുറേ ആളുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം പാതിരാത്രി ജ്യൂസെല്ലാം കുടിച്ച്, ജ്യൂസൊന്നും വേണമെന്നുണ്ടാവില്ല, പക്ഷേ എല്ലാവരും കുറച്ചാൾ ഇറങ്ങുന്ന കാണുമ്പോൾ പിന്നെ എല്ലാവരും കൂടി പിന്നെ ഒരുമിച്ചിട്ട് അങ്ങ് ഇറങ്ങും. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു വന്ന് പിന്നെ ഹസിൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു സ്റ്റേ. ഇതാ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ശരിക്കും നല്ല തലവേദനയായിരുന്നു, 2-3 ദിവസം ഉറങ്ങാത്തോണ്ടും ബഹളവും ഒക്കെ കൂടിയായിട്ട്. പിന്നെ ഇതാ രാവിലെ തന്നെ വീണ്ടും തിയേറ്ററെ ചമയിക്കാൻ വേണ്ടിയിട്ട്, ഇന്ന് പിന്നെ ഉച്ചക്കാണല്ലോ കല്യാണം, അതുകൊണ്ട് രാവിലെ തന്നെ ചമയിക്കാൻ ബ്യൂട്ടീഷ്യനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇതാ മാറ്റാൻ തുടങ്ങി. പിന്നെ ഇന്നത്തെ അധികം വീഡിയോ ഇതിനൊന്നും സമയമില്ല. ആൾക്കാർ കറക്റ്റ് 1 മണിയാകുമ്പം തന്നെ വ്യാപാരം ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടായി. അപ്പോൾ അവർക്ക് ഇവിടെയാണ് ഇന്ന് ലഞ്ച്. അങ്ങനെ ഇതാ അവരെ ലഞ്ചും എല്ലാം കഴിഞ്ഞ് നമ്മൾ ലഞ്ചെല്ലാം കഴിച്ച് പിന്നെ കല്യാണം പെട്ടെന്ന് വേഗം അങ്ങ് കഴിഞ്ഞു കേട്ടോ. കറക്റ്റ് സമയം ലഞ്ചെല്ലാം കഴിഞ്ഞ് ആൾക്കാരൊക്കെ വന്ന് പോയത് കൊണ്ട് ഒരു വൈകിട്ടാകുമ്പം തന്നെ മംഗലം കഴിഞ്ഞ്. പിന്നെ രാത്രി അങ്ങോട്ട് പോകുന്ന പരിപാടിയാണ്. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതിപ്പോൾ പിയാപ്പിള വന്ന് സ്റ്റേജിൽ വരുന്നു, വീണ്ടും പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കുന്നു, ഫുള്ള് ഇതന്നെ. പിന്നെ രാത്രിയാണ് നമ്മൾ ഫാമിലി എല്ലാവരും അങ്ങോട്ട് പോയത് പിയാപ്പൻ്റെ വീട്ടിൽ. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അപ്പോഴേക്കും നമ്മളെല്ലാം ടയേർഡായി. അപ്പോൾ അവിടെയുള്ള വീഡിയോയും ഫോട്ടോസൊന്നും ഞാൻ അത്ര എടുത്തിട്ടില്ലേനും. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിപ്പോൾ ഇവിടുത്തെ കല്യാണം തന്നെ വൈകുന്നേരമായി, എല്ലാവരും ലഞ്ച് കഴിച്ചു വന്നിട്ട് പെണ്ണിനും ചെക്കനും ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കുക. പിന്നെ എല്ലാവരും പിയാപ്പണ്ണ എല്ലാവരും ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അങ്ങനെ ഇതാ നമ്മളെ മംഗലവും മൈലാഞ്ചിയും എല്ലാം കഴിഞ്ഞ് എല്ലാ ബഹളവും കഴിഞ്ഞ് എല്ലാവരും ടയേർഡായി. പിന്നെ വൈകുന്നേരം ഇതാ എല്ലാവരും നല്ല ചായ എല്ലാം കുടിച്ച് കുറേ ഇരുന്നും കിടന്നും എല്ലാം ക്ഷീണം മാറ്റി ഇനി രാത്രി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴേക്കും ഇതാ ഞാനും എല്ലാം ഒന്ന് ഫ്രഷ് ആയിട്ടെല്ലാം വന്ന്. ഇനി എല്ലാവരും രാത്രി ബുർക്കയായതുകൊണ്ട് തന്നെ അധികം എന്താ പറയുക ചമയലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി രാത്രി പോകാനുള്ള തിരക്കിലായിരിക്കും. അത് അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് പോകാനുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ എത്തിത്തുടങ്ങും. അങ്ങനെ എല്ലാവരും പോയി വന്ന് ഇതിപ്പോൾ രാത്രിയായി. രാത്രിയല്ല, നട്ടപ്പാതിരയായി. വ്യാപ്പണ്ണ എത്തുകൂട്ടലുണ്ടല്ലോ മണിയറയിലേക്ക് പാലും കൊണ്ട്. അപ്പോൾ അതിന് കുറച്ച് റാഗിങ്ങും കാര്യങ്ങളും ബഹളവും പാട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ ഇതാ എല്ലാവരും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും വോയിസ് എല്ലാം കൊടുത്തതിൽ എന്തെങ്കിലും ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.